അയ്യോ വണക്കം. മനുഷ്യ മനസ്സാക്ഷിക്ക് നിരക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് കേരള BJPക്കകത്ത് നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഇതിന് തുടക്കമിട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആദ്യം ഒരുപാട് പഴികേട്ട ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, എൻ്റെ ഈ ചാനൽ ധനുഷ് മീഡിയ വർക്ക്സ് അതായത് DMWയിലൂടെ ഞാനൊരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് പല ആൾക്കാരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, രഹസ്യമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ അഭിനന്ദിക്കാനായിട്ട് വിളിച്ച ചില സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. ഇതൊക്കെ ആരെങ്കിലുമൊക്കെ പറയണ്ടേ ധനുഷേ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അവർക്കത് പറയാനായിട്ട് സാധിക്കില്ല എന്ന് അവരോട് എന്നോട് തുറന്ന് കൺഫസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് തുറന്നു പറയാൻ യാതൊരുവിധ ഭയവുമില്ല, മടിയുമില്ല, യാതൊരുവിധ കുണ്ഠിതവുമില്ല എന്ന് ഞാനിപ്പോൾ പറഞ്ഞോട്ടെ. കാരണം ഞാനൊരു BJPക്കാരനല്ല, ഞാനൊരു സംഘപരിവാറുകാരനല്ല, ഞാനൊരു സംഘപരിവാറിലും ഞാനൊരു ശാഖയിലും പോയിട്ടില്ല, ഞാനൊരു BJPയുടെ ഒരു പാർട്ടി ക്ലാസ്സിലും പോയിട്ടില്ല. അതുകൊണ്ട് പക്ഷേ ചില ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഞാൻ എന്താണ് ഒരു BJPക്കാരനാണെന്നാണ്. എനിക്ക് സംസാരിക്കാനുള്ളത് ഇവിടെ BJPക്ക് വോട്ട് ചെയ്ത വോട്ടർമാരോടും BJPയെ വിശ്വസിച്ച് BJP എന്ന് പറയുന്ന പാർട്ടി ഇവിടെ തേനും പാലും ഒഴുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മാനത്തോട്ട് നോക്കിയിരിക്കുന്ന മണ്ട ശിരോമണികളോടും കൂടെയാണ്. നിങ്ങൾ അങ്ങനെ വിളിക്കുന്നതിൽ എനിക്ക് വളരെയധികം ഖേദമുണ്ട്. പക്ഷേ അങ്ങനെയല്ലാതെ നിങ്ങളെ എന്ത് വിളിക്കണം എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. 3-4 ദിവസമായിട്ടല്ല, ഒരാഴ്ചയിലേറെയായിട്ട് നമ്മുടെ മലയാള മാധ്യമങ്ങൾ തെളിവ് സഹിതം പല കാര്യങ്ങളും BJP എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പ് ഫണ്ടിനെ പറ്റിയുള്ള അഴിമതി പറയുന്നുണ്ട്. ഇത് ആദ്യം ഒരു വാർത്ത ഞാൻ പുറത്തുവിട്ടു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, അപർണ സെൻ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകയെക്കുറിച്ചുള്ള വാർത്ത. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നതിന് ശേഷവും വരാനും അതിനുശേഷമുള്ള തിരഞ്ഞെടുപ്പുകളിലും പല സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഒരു 70% അദ്ദേഹം നയിച്ചു കൊണ്ടുപോകുന്നത്. കാരണം സോഷ്യൽ മീഡിയ ഇന്ന് ഇന്ത്യയിൽ അതിഭീകരമാണ്. ലോകത്തിൽ തന്നെ ഒരുപക്ഷേ ഏറ്റവും ചീപ്പായിട്ട് ഇൻ്റർനെറ്റ് ലഭ്യമാകുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് വെസ്റ്റേൺ കൺട്രീസിലുള്ള ആൾക്കാർ പോലും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അവരതിൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൂടെ വലിയ രീതിയിലുള്ള പാർട്ടി പ്രവർത്തനം BJP നടത്തുന്നുണ്ട്. BJP എന്നല്ല, എല്ലാ പാർട്ടികളും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 70% സോഷ്യൽ മീഡിയയ്ക്കകത്തൂടെയാണ് കടന്നു പോകുന്നത്. ഈ 70% സോഷ്യൽ മീഡിയയ്ക്കകത്തൂടെ കടന്നു പോകുമ്പോൾ സോഷ്യൽ മീഡിയയ്ക്കായിട്ട് എന്താണ് ഒരു ഫണ്ട് വരും. ഒരു ഫണ്ട് BJP എന്ത് ചെയ്യും? അലോ ചെയ്യും. BJP കേന്ദ്ര നേതൃത്വം BJP സംസ്ഥാന നേതൃത്വത്തിന് അലോ ചെയ്യും. എന്നിട്ട് അവരൊരു കാര്യം പറയും. BJPയുടെ ഈ പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ നോക്കുന്ന ടീമാണ് വാരാഹി എന്ന് പറയുന്നത്. അവരൊരു സൈഡിൽ കൂടെ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകും. അവരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള എന്തുണ്ട്, പൊളിറ്റിക്കൽ അനലിസ്റ്റ് ഫേമാണ്. കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും ഒക്കെ അവർ കൃത്യമായിട്ട് വച്ചിട്ടുണ്ട്. ആ വരാഹി എന്ന് പറയുന്ന ഫേം എന്നെയും സമീപിച്ചിരുന്നു. അവരെന്നെ സമീപിച്ചിട്ട് അവരെന്നെ മൊത്തത്തിലങ്ങ് വിലക്കെടുത്തുകൊള്ളാം, ഇത്ര രൂപ തരാം എന്നൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ചെയ്തത്. എനിക്ക് വേണ്ട, ഞാൻ അങ്ങനെ ആരുടെയും ഫണ്ട് കൈപ്പറ്റാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ തിരിച്ചു പറഞ്ഞയച്ചത്. ഒന്നാമത്തെ കാര്യം, ആ BJPയുടെ ഫണ്ട് കൈപ്പറ്റി വാർത്ത ചെയ്യുമ്പോൾ, അതായത് ഞാൻ വാർത്ത ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിന് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ. എൻ്റെ മനസ്സിന് ഈ വാർത്ത വളരെ ക്ലിയറാണ്, നരേന്ദ്രമോദി ചെയ്യുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന ഒരു കാര്യം, ഇത് പരിശോധിക്കുക. പരിശോധിച്ച് കഴിഞ്ഞ ശേഷം ഇത് കൃത്യമാണ് എന്ന് തോന്നിയാൽ ഈ വാർത്ത എൻ്റെ മനസ്സിന് കൃത്യമാണെന്ന് കൃത്യമായിട്ടുള്ള തെളിവുകളൊക്കെ കണ്ട് ബോധ്യപ്പെട്ട് പഠിച്ചു കഴിഞ്ഞ ശേഷമാണ് ഞാനൊരു വാർത്ത ചെയ്യുന്നത്. അങ്ങനെ അല്ലാതെ അവർ തരുന്ന വാർത്ത എന്താണ്, ഇന്ന വാർത്ത നിങ്ങൾ ചെയ്യൂ അല്ലെങ്കിൽ ഇന്ന വാർത്ത നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്ന് പറയുന്ന സാധനം, അതിനോട് എനിക്ക് താല്പര്യമില്ല. അതൊരു തരം അടിമത്തമാണ്. അതിന് എന്നെ കിട്ടില്ല. ഞാൻ വളരെ സ്നേഹപൂർവ്വമാണ് നിരസിച്ചത്. ഒരു വഴക്കുമില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം അതെല്ലാ മാധ്യമ പ്രവർത്തകരും ചെയ്യുന്നതാണ്, അത് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ചെയ്യുന്നതാണ്. മാധ്യമപ്രവർത്തകർ ഈ സമയമാകുമ്പോൾ ഇതിനു വേണ്ടി യൂട്യൂബും ഫേസ്ബുക്കും പോലും രൂപീകരിച്ച്, ഇൻസ്റ്റാഗ്രാമും പോലും രൂപീകരിച്ച് ഈ PR ഒക്കെ എടുക്കാനായിട്ട് വലിയ കമ്പനിയൊക്കെ രൂപീകരിക്കുന്ന മാധ്യമപ്രവർത്തകരും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഞാനൊരു വാർത്ത കേൾക്കുന്നു. അത് ഞാൻ പരിശോധിച്ചു. അപർണ സെൻ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക അവരൊരു ഇടതുപക്ഷ മാധ്യമപ്രവർത്തകയാണ്. അവരൊരു അർബൻ നക്സൽ ഒപ്പീനിയനൊക്കെ ഉള്ള ഒരു മാധ്യമപ്രവർത്തകയാണ്. അവർക്ക് BJP എന്ന് പറയുന്ന രാഷ്ട്രീയം, ഹിന്ദുത്വ എന്നൊക്കെ കേൾക്കുമ്പോൾ പുച്ഛമാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്ക് എന്താണ്, പത്മജ അടക്കമുള്ള തൃശ്ശൂരിൽ പത്മജ അടക്കമുള്ള BJP സ്ഥാനാർത്ഥികളുടെ PR ചെയ്യാനായിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർ കൊടുത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വാർത്തയാണ് ഞാൻ പറഞ്ഞത്. അന്ന് അതിൻ്റെ താഴെ, ആ വാർത്തയുടെ താഴെ വന്ന കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്നെ ക്രൂശിക്കുന്ന രീതിയിൽ, എനിക്ക് പൂര തെറി പറയുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് അതിനകത്ത് മൊത്തത്തിൽ വന്നത്. നിനക്ക് ഈ വാർത്ത എവിടെ നിന്ന് കിട്ടി? നിനക്ക് ഈ വാർത്ത ആര് തന്നു? നീയാണല്ലോ കോടതി, ഒന്ന് ബോടാ മലരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ രംഗത്തെത്തി. BJPയുടെ പേജുകളിൽ പലതിലും എനിക്കെതിരെ പല വിധത്തിൽ
വിധത്തിലുള്ള ഹെയ്റ്റുകളും പരക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ അതൊക്കെ ഒരു ചെറുപുഞ്ചിരിയോടെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, അത് പരക്കുക തന്നെ ചെയ്യും. കാരണം ഇവിടെയുള്ള ബി ജെ പിയുടെ അണികൾക്ക് ബി ജെ പിയിൽ ഉണ്ടായിരുന്ന വിശ്വാസം എന്ന് പറയുന്നത് അത്രത്തോളമാണ് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇന്ന് ആ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഞാനെന്ന് പറഞ്ഞത്. പക്ഷേ ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ കാണുമ്പോൾ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ബേസിക്കലി യഥാർത്ഥത്തിൽ എന്താണ് ബി ജെ പിക്കകത്ത് നടക്കുന്നത്? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അമിത്ഷായും നരേന്ദ്രമോദിയും ഇപ്പോൾ ഇത്ര ലെവലിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഏത് രീതിയിലാണെന്നറിയാമോ? രാവിലെ 4 മണിക്ക് അമിത്ഷായും നരേന്ദ്രമോദിയും കൂടെ സൈക്കിളിൽ ഇരുന്നു കൊണ്ട് അവർ പോയിട്ട് ബി ജെ പിയുടെ പോസ്റ്റർ അടിക്കാനായിട്ട് കൊടുത്തിരിക്കും. ഈ പോസ്റ്റർ എത്ര എണ്ണം അടിച്ചു, ഈ പോസ്റ്റർ അടിച്ചിട്ട് ആ സ്ഥലങ്ങളിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ടോ എന്നുള്ള ഇൻസ്പെക്ഷനാണ് പോകുന്നത്. അമിത്ഷാ പോസ്റ്റർ ഒട്ടിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അത്രയും വലിയ ത്യാഗത്തിൽ നിന്നാണ് ഈ പാർട്ടി ഉയർന്ന് പടർന്ന് പന്തലിച്ച് ഇപ്പോൾ കേരളത്തിൽ വരെ അതിഭീകരമായിട്ട് അടുത്ത തവണ ബി ജെ പി പ്രതിപക്ഷമാവുമെന്ന് പറയുന്നു എന്നുള്ള രീതിയിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന പാർട്ടിക്കകത്ത് നടന്ന അഴിമതികൾ എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി, അദ്ദേഹം ബി ജെ പിക്കാരനാണല്ലോ, അദ്ദേഹത്തിൻ്റെ കട്ടൗട്ട് പോലും വിറ്റ് പുട്ടടിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ലക്ഷങ്ങളും കോടികളുമാണ് ഇതിനകത്ത് നിന്ന് ഇവർ ഈടാക്കിയിരിക്കുന്നത് എന്ന വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പുതിയൊരു സംസ്ഥാന അധ്യക്ഷൻ വന്നിട്ടുണ്ട് ബി ജെ പിയിൽ. ആ സംസ്ഥാന അധ്യക്ഷൻ്റെ കണ്ണുപോലും വെട്ടിച്ചുകൊണ്ടുള്ള അതിഭീകരമായിട്ടുള്ള തട്ടിപ്പാണ് ബി ജെ പിക്കകത്ത് പല സംസ്ഥാന സെക്രട്ടറിമാരും അതിന് താഴെയുള്ള അവരുടെ ശിങ്കിടികളിൽ നടത്തിയിരിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഹരിപ്പാടുള്ള ഒരു പ്രമുഖ ബി ജെ പിയുടെ നേതാവ്, ആ പ്രമുഖ ബി ജെ പിയുടെ നേതാവ് ആ പൈസ വെട്ടിച്ചുകൊണ്ട് നേരെ പോയിരിക്കുന്നത് ഹരിപ്പാടുള്ള ഇയാളുടെ പണമിടപാട് സ്ഥാപനത്തിലേക്കും ഇയാളുടെ തിരുമൽ കേന്ദ്രത്തിലേക്കും പിന്നെ ഇയാളുടെ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക്, അതായത് സ്വർണ്ണക്കടയൊക്കെ ഉണ്ട്, ആ സ്വർണ്ണക്കടയിലേക്കുമാണ് ഈ പൈസ വെട്ടിച്ചു കൊണ്ടുവരിക. അതായത് പാർട്ടി രക്ഷപ്പെടണം എന്നിവർക്ക് യാതൊരുവിധ ഉദ്ദേശവുമില്ല. ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടണം, ഞങ്ങളെ പൂണി വീർക്കണം എന്ന് മാത്രമാണ് ഇതിനകത്തെ നേതാക്കൾ പലരും വിചാരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു പാർട്ടി നമ്മളെ കേരളത്തിൽ വികസിക്കുമോ? വികസിക്കില്ല. അങ്ങനെയുള്ള പാർട്ടിക്ക് നമ്മൾ വോട്ട് ചെയ്യാമോ? വോട്ട് ചെയ്തുകൂടാ എന്നുള്ളതാണ്. അതായത് നാറാത്തത് നാറി എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. സത്യം പറയട്ടെ, ഇതൊക്കെ കേരള പോലീസ് കേസെടുത്ത് അന്വേഷിച്ച് പിടിച്ചകത്തിടേണ്ട കേസാണ് എന്ന് മാത്രമാണ് എനിക്ക് ബേസിക്കലി പറയാനായിട്ടുള്ളത്. ഒരു കടയുടെ പേരിൽ, അതായത് ഒരു പലചരക്ക് കടയുടെ പേരിൽ അതിൻ്റെ GST നമ്പർ എടുത്ത് കൊടിയടിച്ച ബില്ല് ആ GST നമ്പറിൽ ഉണ്ടാക്കുക. ആ പലചരക്ക് കട നടത്തുന്ന പ്രമദചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി വാമനപുരം BJPയുടെ മണ്ഡലം സെക്രട്ടറിയാണ്. ഈ മണ്ഡലം സെക്രട്ടറിയെ മാധ്യമപ്രവർത്തകർ വിളിച്ചു ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത് മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറയുന്നത്, ഞാൻ CPIയിൽ നിന്ന് 2 വർഷം മുമ്പ് BJPയിലേക്ക് വന്നൊരു വ്യക്തിയാണ്, അങ്ങനെ വന്നതുകൊണ്ട് തന്നെ എൻ്റെ ശത്രുക്കൾ ആരെങ്കിലും ചെയ്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കാര്യം യഥാർത്ഥത്തിൽ മനസ്സിലായപ്പോൾ യുവമാരുടെ തനിക്കുണം അദ്ദേഹത്തിന് മനസ്സിലായി എന്നുള്ളതാണ്. ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. ഇത് മാത്രമല്ല, വലിയ രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. 1 കോടി കൊടി അടിക്കാനാണ് BJP കരാറ് കൊടുത്തത്. 1 കോടി കൊടി. എന്തുകൊണ്ടാണ് ഈ കരാറ് കൊടുക്കേണ്ടി വന്നത്? കേന്ദ്രത്തിൽ നിന്ന് കൊടിയെത്തും, പക്ഷെ അതിന് കുറച്ച് കാലതാമസം വരും. അതുകൊണ്ട് 1 കോടി കൊടി ഇവിടെ അടിക്കണം. ആ 1 കോടി കൊടിക്ക് ഏകദേശം 3.5 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത്. ഈ 3.5 കോടി രൂപ എസ്റ്റിമേറ്റ് ഇട്ട് കഴിഞ്ഞ ശേഷം കേന്ദ്രത്തിലെ കൊടികൾ വരാൻ വൈകുന്ന ആ ഒരു സംഭവത്തെ ലാക്കാക്കി എടുത്തുകൊണ്ട് ഇവിടെയുള്ള ചില BJP നേതാക്കൾ ഒരു തട്ടിക്കൂട്ട് കമ്പനി രൂപീകരിക്കുന്നു. കൊടിയടിക്കാനായിട്ട് ഒരു തട്ടിക്കൂട്ട് കമ്പനി രൂപീകരിച്ച് ആ തട്ടിക്കൂട്ട് കമ്പനിക്ക് കരാർ നൽകി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒരു സംസ്ഥാന സെക്രട്ടറി, ഒരു യുവമോർച്ച നേതാവടക്കം ഇതിൽ നിന്ന് 54 ലക്ഷം രൂപയാണ് അടിച്ചു മാറ്റിയത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. പോരാത്തതിന് ഏകദേശം 1 കോടി രൂപയുടെ അഴിമതിയാണ് ഈ കൊടിയടിക്കുന്ന കേസിൽ മാത്രം നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഹെലികോപ്റ്റർ വിവാദം. 136 മണിക്കൂറാണ് ഹെലികോപ്റ്റർ പറക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ 42 മണിക്കൂർ, വെറും 42 മണിക്കൂർ പറത്തിയ ശേഷം ബാക്കി ഞങ്ങൾ പറത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ ട്രഷറി ഷീറ്റ് അല്ലെങ്കിൽ ട്രിപ്പ് ഷീറ്റിനകത്ത് അത് തിരിമറി കാണിച്ച് അതിൻ്റെ തുക അടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ കേന്ദ്ര നേതാക്കൾ ഇവന്മാരോടൊക്കെ നടന്നു പോകാൻ പറയണം. നടന്നു പോകണം. നടന്ന് ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ നടക്കുന്നുണ്ടോ? കരുവന്നൂർ വിഷയത്തിലൊക്കെ സുരേഷ് ഗോപി നടന്ന് പദ വന്നപ്പോൾ പദഗോപി എന്നാണ് സുരേഷ് ഗോപിയെ അപ്പുറത്തുള്ള കമ്മിക്കുട്ടന്മാർ വിളിക്കുന്നത്, പദഗോപി. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും പോലും ഇല്ലാത്ത ചില BJPയിലെ ഇത്തിൽ കണ്ണികളാണ് ഇത്രയും വലിയ അഴിമതിക്ക് ഇതിനകത്ത് കളമൊരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ ഇവർ നടന്നു പോകണം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പം മാത്രമേ വേദന അറിയൂ. കാരണം BJP എന്ന് പറയുന്ന
പറയുന്ന പാർട്ടി അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറഞ്ഞ പ്രസ്ഥാനം കേരളത്തിൽ വളർന്നത് ഒരുപാട് സംഘപ്രവർത്തകരുടെയും BJP എന്ന് പറഞ്ഞ പാർട്ടി പ്രവർത്തകരുടെയും ത്യാഗം കൊണ്ടാണ്. ആ ത്യാഗം കൊണ്ട് വളർന്നു വന്നൊരു പ്രസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത്. നമുക്കറിയാം കേരളത്തിൽ ശാഖയൊക്കെ നടത്തുന്നത് പണ്ട് കാലത്ത് ശാഖയൊക്കെ നടത്തുമ്പോൾ പണ്ട് കാലത്ത് ഒരുപാട് സംഘപരിവാറിൻ്റെ പ്രവർത്തകരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അവർ എന്നോട് കണ്ണ് നിറഞ്ഞ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് BJPയുടെ ശാഖയിലെ ഒരു കൊടിയുണ്ടല്ലോ, ധ്വജത്തിൽ കെട്ടാനുള്ള കാവിക്കൊടി. ഈ കാവിക്കൊടി അവരുടെ കയ്യിൽ നിന്നും, അതായത് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ പട്ടിണി കിടന്ന് കിട്ടുന്ന ആ പൈസ കൊണ്ടാണ് ഈ കാവിക്കൊടി പ്രിന്റ് ചെയ്യുന്നത്. ഇത് പ്രിന്റ് ചെയ്താൽ മാത്രം പോരാ, ശാഖ കൂടുമ്പോൾ ആ ശാഖയിൽ കൊണ്ട് ഇത് കെട്ടണം. അതുകൊണ്ട് തന്നെ പല ഏരിയയിലൂടെയും പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇവിടെ ശാഖ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. അങ്ങനെ ഈ കൊടിയും കൊണ്ട് പോകുമ്പോൾ ഈ കൊടി ഇയാളുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ കൊടി വലിച്ചു കീറി കളയുമൊന്നുമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ കൊണ്ടുപോകുന്ന ആളെ ചവിട്ടി താഴ്ത്തും, പാടത്ത് ചവിട്ടി താഴ്ത്തും. ഇതാണ് അവിടെ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നും BJP ഇന്ന് ഒരുപാട് വളർന്ന് കേരളത്തിൽ വളരെ വലിയൊരു പാർട്ടിയായി വളർന്നു നിൽക്കുകയാണ്. അങ്ങനെ വളർന്നു നിൽക്കുമ്പോഴാണ് 142 മണിക്കൂർ ഹെലികോപ്റ്റർ പറത്താൻ കൊടുത്തപ്പോൾ വെറും 42 മണിക്കൂർ പറത്തിയിട്ട് ബാക്കി ട്രിപ്പ് ഷീറ്റിൽ എഴുതി അത് പറത്തിയെന്ന് കാണിച്ച് ആ പൈസ അടിച്ചു മാറ്റിയിരിക്കുന്നത്. ഇനി അതുമാത്രമല്ല, 200 കാറാണ് പ്രചരണങ്ങൾക്കായി കൊടുത്തിരുന്നത്. 200 കാർ. ഈ 200 കാറിൽ പകുതി കാർ പോലും പ്രചരണത്തിന് ഇറക്കിയിട്ടില്ല എന്നുള്ള വാർത്ത പുറത്തു വന്നു. പക്ഷേ ഇത് ഇറക്കി എന്ന് കാണിച്ച് അതിൻ്റെ പൈസ തട്ടിയെടുത്തു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇതെല്ലാം കൃത്യമായിട്ട് BL സന്തോഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ റിപ്പോർട്ട് പോയിട്ടുണ്ട്, ഇതിൻ്റെ പരാതി പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഇപ്പം നമുക്ക് മനസ്സിലാകുന്ന അഴിമതിയാണ്. ഇതിനു മുമ്പ് BJPക്ക് ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന സമയത്തും ഇത്രയധികം ഫണ്ട് വന്നിട്ടുണ്ട്. ആ ഫണ്ട് വന്നപ്പോഴും ഇവിടെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്നവർ കാണിക്കുന്നുണ്ട്. അവിടെ ഫ്ലക്സ് വെച്ചു, ഇവിടെ ഫ്ലക്സ് വെച്ചു, ഇവിടെ കട്ടൗട്ട് തൂക്കി എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കണക്ക് അന്ന് നോക്കാനായിട്ട് ആരുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഇതിൻ്റെയൊക്കെ കണക്ക് കൃത്യമായിട്ട് കേന്ദ്രം ചോദിക്കുന്നുണ്ട്. ഇതെവിടെ പോയി എന്ന് കേന്ദ്രം അന്വേഷിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ പോലും ഇതറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ കഴക്കൂട്ടത്തെ MLA ആയിട്ടുള്ള മുരളീധരൻ ഇത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഇത് മാത്രം എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ വേറെ എന്ത് വേണമെങ്കിലും പറയാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. ഇനിയും തീർന്നിട്ടില്ല. കൊടി, ഷാള്, തൊപ്പി എല്ലാം കൂടെ 1.62 കോടി വകയിരുത്തിയപ്പോൾ അതിനകത്തുനിന്ന് 34 ലക്ഷം രൂപയാണ് കമ്മീഷനായിട്ട് അടിച്ചു മാറ്റിയത് എന്നുള്ള മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നു. സംസ്ഥാന സെക്രട്ടറി പൈസ കൈപ്പറ്റുന്നത് കണ്ടു എന്ന് പരാതിക്കാരൻ BL സന്തോഷിന് കൊടുത്ത പരാതിയിൽ പറയുന്നുണ്ട്. ആ പരാതിയുടെ കോപ്പിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. AA ഏജൻസീസ് എന്ന പേരിൽ ഒരു പലചരക്ക് കട, AA ഏജൻസീസ് എന്ന് പറഞ്ഞ പേരിൽ ഒരു പലചരക്ക് കട, ആ പലചരക്ക് കടയുടെ GST നമ്പർ, ആ പലചരക്ക് കടയുടെ ആ ഒരു ബോഡി തന്നെ GST നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ആ GST നമ്പർ എടുക്കുകയും ആ GST നമ്പർ വെച്ച് കൊടി പ്രിൻ്റ് ചെയ്യുകയും ചെയ്തു. മാധ്യമപ്രവർത്തകർ ആ പലചരക്ക് കട GST നമ്പർ വെച്ച് പലചരക്ക് കട നോക്കി, AA ഏജൻസീസ് അതിൻ്റെ നമ്പർ എടുത്ത് അവരെ വിളിച്ചപ്പോൾ ഇത് കൊടി പ്രിൻ്റ് ചെയ്യുന്ന സ്ഥാപനമല്ല, ഇതൊരു പലചരക്ക് കടയാണ്, എൻ്റെ പേര് പ്രമദചന്ദ്രൻ എന്നാണ്, ഞാൻ BJP മണ്ഡലത്തിലെ ഒരു നേതാവാണ് എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് വലിയ രീതിയിലുള്ള അഴിമതി BJPക്കകത്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇവരാണ് ഹിന്ദുക്കളെ ഉദ്ധരിക്കാനായിട്ട് നടക്കുന്നത്. ഒരു കാര്യം നമ്മൾ ആലോചിച്ച് കൊടുക്കണം. നമ്മൾ മറ്റേത് പാർട്ടിയോ ആയിക്കൊള്ളട്ടെ, മറ്റേത് സമുദായമോ ആയിക്കൊള്ളട്ടെ, മുസ്ലിം സമുദായം എടുക്കാം, മുസ്ലിം സമുദായത്തിൽ അവർ ചെയ്യുന്ന നല്ല നല്ല പ്രവൃത്തികളുണ്ട്, അത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കുക തന്നെ വേണം. അവർ അപ്പുറത്തൊരാൾ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്ന ഒരു ടീമാണ് അവരെന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളെ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അതായത് സ്വന്തം സമുദായത്തെ അവർ നല്ലപോലെ ഉദ്ധരിക്കുന്നുണ്ട്. പോരാത്തതിന് ഇവിടെയുള്ള ഹിന്ദുക്കൾക്കും അവരാൽ കഴിയുന്ന സഹായങ്ങൾ അവരിങ്ങോട്ട് തരുന്നുണ്ട്. അത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് കുളം കലക്കി ഞങ്ങളാണ് ഹിന്ദുക്കളുടെ സമ്പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം, ഞങ്ങൾക്കാണ് ഹിന്ദുക്കളുടെ സമ്പൂർണ്ണമായിട്ടുള്ള എല്ലാ കുടികിടപ്പ് അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ നമ്മൾ ഉദ്ധരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പേരിൽ സ്വന്തം കുടുംബം കെട്ടിപ്പടുക്കുന്ന ഒരു ടീമായി കേരളത്തിലെ BJP, അതായത് KJP വളർന്ന് പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു എന്ന് വ്യസന സമേതം പറഞ്ഞുകൊള്ളട്ടെ. ഇനി ഒരു കാലത്ത് പോലും ഈ പാർട്ടിക്ക് ആരും വോട്ടിടില്ല എന്ന് തീരുമാനിച്ചാലും അതിൽ യാതൊരുവിധ അത്ഭുതവും നമുക്ക് തോന്നേണ്ട യാതൊരുവിധ കാര്യവുമില്ല എന്നുള്ളതാണ്. കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ് എന്ന് കഴിഞ്ഞ തവണ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരു നോട്ടീസ്, ഒരു ഇൻഡാസ് വന്നു. ആ സമയത്ത് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്നുകൊണ്ട് അതിദരിദ്രർ കേരളത്തിലുണ്ട്, വീടില്ലാത്ത ആൾക്കാർ, ടെൻ്റ് അടിച്ച് കിടക്കുന്ന ആൾക്കാർ, ആ ടെൻറ്റ് പോലും അടിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാർ, കുടിവെള്ളം പോലും കൃത്യമായിട്ട് കിട്ടാത്ത ആൾക്കാർ, ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത ചെയ്തിരുന്നു. അതിനകത്ത് ഒരുപാട് ഹിന്ദുക്കൾ, ഒരു ഭൂരിഭാഗം ഹിന്ദുക്കളാണുള്ളത്. ഹിന്ദു ജനതയെ ഉദ്ധരിക്കാൻ എന്ന് പറഞ്ഞിറങ്ങിയിരിക്കുന്ന ഈ ടീം അവർക്കെന്തെങ്കിലും ചെയ്തു കൊടുക്കാത്തത് എന്താണ്?
അതാണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാത്തത് എന്താണ്? അതായത് ഇവിടെയുള്ള ഒരു ഹിന്ദുവിന്, നിങ്ങൾ ഈ ഹിന്ദുവിനെ ഉദ്ധരിക്കാനാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്, അതായത് ഇവിടെയുള്ള ഒരു ഹിന്ദുവിന് ഒരു 10 പൈസയുടെ ഉപയോഗം നിങ്ങളെ കൊണ്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങളെ കൊണ്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ വെറുക്കാൻ ഇവിടെയുള്ള BJP അണികളുടെ തലയിൽ വിഷം കുത്തിക്കയറ്റുന്ന ഇതര സമുദായക്കാർ ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക് സഹായം ചെയ്യുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. അല്ലാതാണ് സത്യം. മതമൗലികവാദവും ടെററിസവും ഒക്കെ വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്, നമ്മൾ അതിലോട്ട് കടക്കുന്നില്ല. പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട്. ഈ സാഹചര്യത്തിൽ BJP വിട്ടുപോയ സന്ദീപ് വാര്യരെയൊക്കെ കുറ്റം പറയാൻ BJP അണികൾക്കും BJP നേതാക്കൾക്കും എന്താണ് അർഹത എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. BJP വിട്ടുപോയത് കൊണ്ട് അയാളിപ്പോൾ ഒരു MLA ആയിട്ട് അന്തസ്സായിട്ട് പാർലമെൻറ്റിൽ ഇരിപ്പുണ്ട്. BJPക്ക് അകത്തുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ഭാഗമായി വിഴുപ്പലക്കലുണ്ടാകും. ഇതിനെതിരെ അദ്ദേഹം പ്രതികരിക്കും. അദ്ദേഹം പ്രതികരിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ശത്രുവാകും. പിന്നെ നിങ്ങളയാൾക്ക് സീറ്റ് കൊടുക്കില്ല, നിങ്ങളയാളെ തഴയും, നിങ്ങളയാളെ ഉയർന്നു വരാൻ സമ്മതിക്കില്ല. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അതിനകത്തുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരായിരുന്നു ശരി എന്നുള്ളൊരു കാര്യം കൂടെ കാലം തെളിയിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. BJP എന്ന് പറയുന്ന ഈ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ വിങ് ഉണ്ടല്ലോ, ഈ സോഷ്യൽ മീഡിയ വിങ്ങിൽ ഒരുപാട് കോടികൾ വരും. ഈ കോടികളൊക്കെ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന BJPയുടെ PR എടുക്കാൻ നടക്കുന്ന, തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് മാധ്യമപ്രവർത്തകരുണ്ട്. ആ മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇതിൻ്റെയൊക്കെ കണക്ക് പുറത്തു വരും. ഇതിൻ്റെയൊക്കെ കണക്ക് അവർ ചോദിക്കും. അതുകൊണ്ട് തന്നെ അർബൻ നക്സൽ ടീമുകൾക്കും കണ്ട സുഡാപ്പികൾക്കെല്ലാം BJP വാരിക്കോരി കൊടുക്കും. അതായത് BJPക്ക് അകത്തിരിക്കുന്ന ആൾക്കാർ വാരിക്കോരി കൊടുക്കും. എനിക്ക് അറിഞ്ഞൂടെ ഈ സോഷ്യൽ മീഡിയ ആരാണ് ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അതിനകത്തുള്ള ആൾക്കാർക്കെല്ലാം ഇത് വാരിക്കോരി കൊടുക്കുകയും, അങ്ങനെ അവരാകുമ്പോൾ കൂടുതലൊന്നും ചോദിക്കില്ലല്ലോ. കാരണം അവരിത് മേടിച്ച് പണിയെടുക്കാതിരിക്കും. കാരണം അവരുടെ ഉദ്ദേശം എന്താണ്, BJP എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരരുത് എന്നുള്ളതാണ്. അപർണ സെന്നിനെ പോലുള്ള മാധ്യമപ്രവർത്തകരെയൊക്കെ പിടിച്ച് PR ഇരുത്തിയപ്പോൾ അവസാനം അപർണ സെന്നിനെ നിരീക്ഷിക്കാൻ വേറൊരു ടീമിനെ കൊണ്ടുവരേണ്ടി വന്നു എന്നാണ് നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത്. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. പോരാത്തതിന് ഈ സോഷ്യൽ മീഡിയ ഈ വിങ് ഉണ്ടല്ലോ BJPക്ക് അനുകൂലമായി, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായി, അല്ലെങ്കിൽ നമ്മുടെ ദേശത്തിന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങൾക്ക് PR കൊടുക്കണ്ടേ എന്ന് BJPക്ക് അകത്തൊരു ചോദ്യം വരും. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ BJPക്കാരന്മാരെ അതിനകത്തിൽ നിന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അവൻ നമ്മളെ വാർത്ത ചെയ്യുന്ന ആളല്ലേ, അവൻ ചെയ്തോളും, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കെതിരെ വാർത്ത ചെയ്യുന്ന സുഡാപ്പിക്ക് നമുക്ക് കൊണ്ട് പൈസ കൊടുക്കാം എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഈ സുഡാപ്പികൾ യുവമാരെ തെറി പറഞ്ഞു തുടങ്ങുമ്പോൾ BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ഈ മാധ്യമപ്രവർത്തകർ, അതായത് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ഈ മാധ്യമപ്രവർത്തകർ അടുത്ത് വന്നിട്ട് എന്നെ കുറച്ച് പൊക്കി ഒരു വാർത്ത ചെയ്യാമോ എന്ന് ഒരു നാണവും മാനവും ഇല്ലാതെ യുവമാർ ചോദിക്കുകയും ചെയ്യും. അങ്ങനെ ചോദിക്കുമ്പോൾ യുവമാരെ പച്ചയ്ക്ക് ആട്ടിവിട്ട പല മാധ്യമപ്രവർത്തകരും ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ പച്ചയ്ക്ക് ആട്ടിവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പരമമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത്. ഈ ഉടുതുണിക്ക് മറുതുണിയില്ല എന്ന് ഞാൻ പറയുമ്പോൾ BJPയുടെ പല അണികളും ഉണ്ടല്ലോ, ഈ അണികൾ ഈ സോഷ്യൽ മീഡിയക്കകത്ത് ആക്റ്റീവായിരിക്കും. അവരെന്ത് ചെയ്യും, ഈ സോഷ്യൽ മീഡിയക്കകത്ത് ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ BJP എന്തെങ്കിലും PR തരും എന്ന് വിചാരിച്ചുകൊണ്ട്, അങ്ങനെ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ആൾക്കാരെ അറിയാം, എന്തെങ്കിലും PR തരും എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ ഇല്ലാത്ത പൈസ, നമുക്കറിയാം ഉള്ളവന് കുഴപ്പമില്ല, ഇല്ലാത്ത പൈസ എടുത്തുകൊണ്ട് ഒരു ലേപ്പൽ, ഒരു മൈക്ക്, ഒരു ക്യാമറ, അല്ലെങ്കിൽ ഒരു വില കൂടിയ ഒരു ഐഫോൺ എങ്കിലും വേണം, ഒരു ഐഫോൺ, ഇതെല്ലാം എടുത്ത് ഇപ്പം നമുക്ക് PR കിട്ടും എന്ന് പറഞ്ഞ് കാത്തിരിക്കും. പക്ഷേ PR കിട്ടുന്നത് കണ്ട സുഡാപ്പിക്കും അല്ലെങ്കിൽ കണ്ട കമ്മിക്കും കൊങ്ങിക്കൊക്കെ ആയിരിക്കും PR ഇവർ കൊണ്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ്. PR BJPക്ക് ഇനി ഇപ്പം ആർക്കെങ്കിലും ഒരു PR കൊടുത്തെന്ന് വെച്ചാൽ, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നുള്ളൊരു കാര്യമാണ്, BJPക്ക് അനുകൂലമായിട്ടുള്ളൊരു ചാനലിന് ഇവർ PR കൊടുത്തു കഴിഞ്ഞാൽ ഇവർ GST ബില്ല് കൊടുക്കാറില്ല. GST അടിച്ച ബില്ല് ഞങ്ങൾ തരില്ല. അല്ലെങ്കിൽ ഇവരുടെ വലിയ മട്ടും ഭാവം, ആ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നവൻ്റെ മറ്റേ മട്ടും ഭാവമൊക്കെ കാണണം. വന്നിരിക്കുമ്പോൾ BJPയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ അല്ലെങ്കിൽ BJP അനുഭാവത്തിൽ വാർത്ത ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്തോ പൂച്ചയ്ക്ക് പുല്ല് കുറിക്കുക ഇരിക്കുന്നതാണ് അവൻ്റെ വിചാരം. ഇവൻ അവിടെ വന്നിരിക്കുമ്പോൾ വലിയ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് GST ബില്ല് വേണം കേട്ടോ എന്നിങ്ങനെ പറയും. ഇവൻ്റെ വിചാരം നമുക്കിന്നത്തെ GST എന്ന് അറിഞ്ഞൂടാ. അത് കേൾക്കുമ്പോൾ നമ്മൾ അയ്യോ ചേട്ടാ GSTയോ എന്തെങ്കിലും തന്നാൽ മതി ചേട്ടാ എന്നുള്ള രീതിയിൽ അവർ പറയും എന്നുള്ളതാണ് ഇവൻ്റെ വിചാരം. ചില ആൾക്കാർ പറയും പിന്നെന്താ GST ബില്ല് തരാമെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ GST ബില്ല് വായുവിൽ എഴുതി കൂട്ടില്ല, കൃത്യമായിട്ട് കമ്പനി പേരും വെച്ച് GST ബില്ല് അടിച്ചു കൊടുക്കും. ആ GST ബില്ല് അടിച്ചു കൊടുക്കുമ്പോൾ ആ GST തുക തരില്ല. ആ GST തുക കൊടുക്കാതെ വെറും ബില്ല് മാത്രം കൊടുക്കും. പിന്നെ യുവമാർ അവിടെ പോയി കഴിഞ്ഞാൽ മഷി ഇട്ട് നോക്കിയാൽ കാണില്ല. അങ്ങനെ എത്ര അഴിമതികളാണ് ഇതിനകത്ത് നടക്കുന്നതെന്ന് അറിയാമോ? പാവപ്പെട്ട ആൾക്കാർ, അതായത് ഇവിടെ ഓട്ടോ ഓടിച്ച് BJPയുടെ പ്രചരണത്തിന് വേണ്ടി ഓട്ടോ ഓടിച്ച് ഡീസൽ അടിച്ച് മുടിഞ്ഞ ആൾക്കാരെ എനിക്കറിയാം. ആ പൈസ പോലും കൊടുക്കുന്നില്ല. ആ പൈസയാണ് യുവമാരുടെ തൊള്ളയിലോട്ട് കുത്തി ഇറക്കുന്നത്. സത്യം പറയട്ടെ, നീയൊക്കെയാണോ ദേവസ്വം ബോർഡ് മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്? ദേവസ്വം ബോർഡ് മോചിപ്പിച്ച് ദേവസ്വം ബോർഡ് ഹിന്ദുക്കൾക്ക് ഭരിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ അവിടെ പിടിച്ചിരുത്തിയാൽ ദേവസ്വം ബോർഡിനെ കൂടോടെ വിഴുങ്ങും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അങ്ങനെ ഒരു കളങ്കത്തിന് കേരളം മുതിരാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ദേവസ്വം ബോർഡ് അങ്ങനെ മോചിപ്പിക്കാനും പോകുന്നില്ല. BJPയിലുള്ള പല ആൾക്കാർക്കും ഇതുപോലെ ദേവസ്വം ബോർഡ് അങ്ങ് മോചിപ്പിക്കണം,
ദേവസ്വം ബോർഡിൽ എന്തിനാണ് അവർ കയറിയിരിക്കുന്നത്, ഇവർ കയറിയിരിക്കുന്നത്? സ്വയംഭരണ സ്ഥാപനമല്ലേ ദേവസ്വം ബോർഡ്? അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ദേവസ്വം ബോർഡ്? അങ്ങനെ പല പല കാര്യങ്ങളൊക്കെയാണ്, വലിയ വലിയ കടിച്ചാപ്പൊട്ടാത്ത കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. അങ്ങനെ അത് ചെയ്യണം, അത് മോചിപ്പിക്കണം, ഇത് മോചിപ്പിക്കണം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പാർട്ടിയുടെ ബേസ് എന്ന് പറഞ്ഞാൽ ത്യാഗമാണ്. ആ ത്യാഗത്തിൽ പടുത്തുയർത്തിയ ഒരു പാർട്ടിയുടെ മുകളിൽ നിന്നുകൊണ്ട് അതിൽ വിരിഞ്ഞു വരുന്ന ഫലങ്ങൾ എടുത്ത് ചുളുവിന് മിണുമിണാന്ന് അടിക്കുമ്പോൾ ആ ഫലങ്ങൾ എന്താണ്? സ്വന്തമായിട്ട് തിന്നാനല്ലാതെ അവിടെ വളർന്നു വരുന്നത്. അത് ഇവിടെയുള്ള BJP പ്രവർത്തകർക്കും BJP അണികൾക്കും സർവോപരി ഈ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ് അതങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ അണ്ണാമല എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ തമിഴ്നാട്ടിൽ, ഇപ്പോൾ അദ്ദേഹം പാർട്ടി രാജിവെച്ചു. അണ്ണാമല എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം വളരെ നിസ്വാർത്ഥനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു BJPയിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചർച്ച ഇങ്ങനെയായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട് തമിഴ്നാട്ടിൽ. BJPക്ക് ഇപ്പോൾ ഒരു സ്കോപ്പുമില്ല തമിഴ്നാട്ടിൽ. പക്ഷേ ഞാൻ കഷ്ടപ്പെട്ട് 18% വോട്ട് കൊണ്ടുവന്നു. ഞാൻ മരിച്ചു പോവും, പക്ഷേ നാളെ എൻ്റെ പിന്നാലെ വരുന്ന ആൾക്കാരായിരിക്കും ഇതിൻ്റെ ഫ്രൂട്ട് അനുഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫലം, അതിൻ്റെ വിളവെടുക്കാനായിട്ട് പോകുന്നത്. അതിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ആ സമയത്ത് ഈ സംസ്ഥാനം എന്ത് ചെയ്യും? BJP ഭരിക്കും, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെയും ഇത്തരത്തിലൊരു ഭരണം വരും. അത് ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വളരെ ചാരിതാർത്ഥ്യം നൽകുന്നൊരു കാര്യമാണ്. അങ്ങനെയാണ് അമിത്ഷായും നരേന്ദ്രമോദിയും പോസ്റ്റർ ഒട്ടിച്ച്, അതായത് രാവിലെ 4 മണിക്ക് എണീച്ച് പോസ്റ്റർ അടിക്കുന്ന പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടോ എന്ന് പോയി നോക്കി, എത്ര എണ്ണം ഒട്ടിച്ചിട്ടുണ്ടെന്ന് കണക്കെടുത്ത്, ആ ഒട്ടിക്കാത്ത പോസ്റ്റർ ഉണ്ടെങ്കിൽ ആ പോസ്റ്റർ ഇവർ തന്നെ കൊണ്ടുപോയി ഒട്ടിച്ച്, ഇനി ഒട്ടിച്ച പോസ്റ്റർ ആരെങ്കിലും അത് വലിച്ചു കീറിയിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ പോസ്റ്റർ ഒട്ടിച്ച്, അത് ഒരു സൈക്കിളിലാണ് ഇത് പോകുന്നത്. അങ്ങനെ വളർന്നു വന്നൊരു പാർട്ടിയാണ്. എന്തായാലും ഈ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല. ഇത് പാർട്ടി അന്വേഷിക്കും, പാർട്ടിക്കകത്ത് കിടക്കുന്ന കാര്യമില്ല എന്നൊന്നുമല്ല. ഇത് വലിയ കൊള്ളയാണ്. ഇത് പാർട്ടിയൊന്നും അന്വേഷിച്ചാൽ മതി. ഇത് കേരള പോലീസ് അന്വേഷിക്കണം. കേരള പോലീസ് അന്വേഷിച്ച് ഈ കള്ളന്മാരെ എല്ലാം പിടിച്ച് BJP എന്ത് ചെയ്യണം? ശുദ്ധികലശം നടത്തി BJPയെ സമ്പൂർണ്ണമായി എന്ത് ചെയ്യണം? ഈ അഴിമതിയിൽ നിന്ന് മോചിപ്പിക്കണം. ഇപ്പം ഇത്രയും അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തോ അഴിമതി നടന്നിട്ടുണ്ടായിരിക്കും, അതിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ എന്തോ അഴിമതി നടന്നിട്ടുണ്ടായിരിക്കും എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. അങ്ങനെ പോലീസ് അന്വേഷിച്ച് സകല എണ്ണത്തിനെയും പിടിച്ച് തുറുങ്കിലടക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് CPM ഒന്നും അല്ലല്ലോ, പാർട്ടി കോടതിയൊക്കെ ഉണ്ടാകാൻ. പാർട്ടി എന്ത് നടപടിയെടുക്കും? തരം താഴ്ത്തുമോ? അല്ലെങ്കിൽ പാർട്ടി എന്ത് ചെയ്യും? അവരെ പിരിച്ചുവിടുമോ? അല്ലെങ്കിൽ BJPയുടെ മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ അവർ അടിച്ചുകൊണ്ടുപോയ പൈസ, അതിനെക്കുറിച്ച് പാർട്ടിക്ക് യാതൊരുവിധ കൺസേണുമില്ല എന്ന് പറയുമ്പോൾ അതിവിടെ പാവപ്പെട്ട ജനങ്ങളുടെ പൈസയാണ്. BJPക്ക്, അതായത് കേന്ദ്ര BJPക്ക് കിട്ടുന്നത് ഫണ്ടാണ്. അല്ലാതെ BJP എന്ന് പറയുന്ന പാർട്ടി അവിടെ പണം കായ്ക്കുന്ന മരമൊന്നും നട്ടിട്ടില്ല ഇങ്ങനെ പോയി കുലുക്കുമ്പോൾ താഴെ വീഴാൻ. അത് BJP എന്ന് പറഞ്ഞ പാർട്ടിയോട് ഇഷ്ടമുള്ള ആൾക്കാരും കൊടുക്കുന്ന ഫണ്ടാണ്. അങ്ങനെ കൊടുക്കുന്ന ഫണ്ടാണ് അവർ ഇങ്ങോട്ടേക്ക് എടുത്ത് തരുന്നത്, അമിണുങ്ങെന്ന് പറഞ്ഞ് എടുത്ത് തരുന്നത്. എന്നിട്ട് ആ ഫണ്ട് അടിച്ചു മാറ്റി പൂണി വീർപ്പിക്കാൻ നടക്കുന്ന നിന്നെയൊക്കെ എന്ത് പറയണം എന്ന് എന്ത് ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നത്. എന്തായാലും എല്ലാ എണ്ണവും അധികം വൈകാതെ തന്നെ ജയിലിനകത്തേക്ക് പോട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. പണ്ടും പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ധനുഷേ മറ്റേ നേതാവിൻ്റെ വാർത്ത എടുക്കുന്നില്ലേ BJPയുടെ? ധനുഷേ ഈ നേതാവിൻ്റെ വാർത്ത എടുക്കുന്നില്ലേ BJP? ഒന്നും എടുക്കുന്നില്ല. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള BJPയുടെ ഏതെങ്കിലും വാർത്ത, ഏതെങ്കിലും നേതാവിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ലാത്ത കാരണത്തിന് ഞാനൊരു വാർത്ത എടുക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മേയർ VV രാജേഷിനെ കുറിച്ച് ഞാൻ വാർത്ത എടുക്കും. അത് മേയർ ചെയ്ത കാര്യങ്ങൾ കൃത്യമായ എവിഡൻസോടുകൂടി മുമ്പിലിട്ട് വാർത്ത എടുക്കും. അല്ലാതെ വേറെ ഏതെങ്കിലും നേതാവ്, ഇന്ന നേതാവ് ഭയങ്കര കിടിലമാണ്, അയാൾക്ക് MBA ഉണ്ട്, PhD ഉണ്ട്, MSc ഉണ്ട്, MBBS ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വാർത്ത എടുക്കുന്ന കണ്ടിട്ടുണ്ടോ? നടക്കില്ല. അത് നടക്കില്ല എന്നുള്ളതല്ല, നമ്മൾ നാറും, ഇവരെ നാറി. അങ്ങനെ നമുക്ക് ക്രെഡിബിൾ അല്ലാന്ന് തോന്നുന്ന ഒരു വാർത്ത എടുക്കില്ല. ഇനിയിപ്പോൾ പിണറായി വിജയനെക്കുറിച്ചുള്ളതായിരുന്നാലും VD സതീശനെക്കുറിച്ചുള്ളതായിരുന്നാലും നാടിന് നന്മയുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരെക്കുറിച്ചുള്ള വാർത്തകൾ ചെയ്യുക തന്നെ ചെയ്യും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ മനസ്സിനൊരു സ്വസ്ഥത കിട്ടത്തില്ല. അപ്പം ശരി.